കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി താളിക്കാം. നമുക്കത് ഇവിടേക്ക് വെച്ച് ഇനി നമ്മൾ ഉള്ളി താളിക്കാനായിട്ട് ആദ്യം നമ്മളൊരു പാത്രം വെച്ചു, ചീഞ്ചട്ടി വെച്ചു. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് നമ്മൾ വെളിച്ചെണ്ണ കേട്ടോ, അതെ ആവശ്യത്തിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അതൊന്ന് ചൂടാവട്ടെ കേട്ടോ. അതിപ്പോൾ 1 മിനിറ്റ് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഉള്ളിയിട്ട് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് വേപ്പില ചേർക്കണം. അത് കഴിഞ്ഞ് കുറച്ച് കാച്ചാൻ നേരത്ത് നമുക്ക് കുറച്ച് മുളകും പൊടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറിക്കൊരു നല്ല ഭംഗി കിട്ടും. ഏകദേശം നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട്. നമുക്ക് വേപ്പിൻ്റെ ഇടാം കേട്ടോ. വേപ്പിൻ്റെ ഇട്ട് ഇനി നമുക്ക് വേണ്ടത് ഒരല്പം മുളകും പൊടിയാണ് വേണ്ടത് കേട്ടോ. വേപ്പിൻ്റെ ഇട്ട് നമ്മൾ മുളകും പൊടി ഇട്ടു. നമുക്കത് ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം എല്ലാം റെഡി ആയിരിക്കുന്നുണ്ട്. നല്ല ഉണക്കമീനും ലൂബിക്കും കൂടി വെച്ചാണ് അത് ഉണക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ ഉണക്ക ചാളയാണ്, അതും ലൂബിക്കും കൂടിയുള്ള കറിയാണ്. എല്ലാം റെഡി. സൂപ്പറായിട്ട് ദേ കണ്ടില്ലേ, സൂപ്പറായിട്ടുള്ള കറി. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഒരു 1 മിനിറ്റ് ചൂടുണ്ട്. സൂപ്പർ. നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചേച്ചിക്ക് തന്നെ ആദ്യമായിട്ട് ഞാൻ കൂട്ടാൻ ചോറും കൊടുക്കാൻ പോകുന്നു കേട്ടോ. ചേച്ചീൻ്റെ ടേസ്റ്റ് പറയുക, ആൾ ഇങ്ങനെ ടേസ്റ്റൊക്കെ പറയുന്ന ആളാണ്. ടേസ്റ്റ് പറഞ്ഞിട്ട് ദേ നമ്മുടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ദേ ഞാൻ ചേച്ചിക്ക് കൊടുക്കണം കേട്ടോ. ചേച്ചീൻ്റെ ടേസ്റ്റ് പറയും. ചേച്ചി ടേസ്റ്റൊക്കെ പറയാൻ നല്ല ആളാണ്, ആൾക്കറിയാൻ പറ്റും. അത് കുഴപ്പമില്ല, ഇങ്ങനെ എടുക്കാം. ഞാൻ പറയുമ്പോൾ എടുത്താൽ പറ്റാ. പറയുമ്പോൾ പറഞ്ഞോളൂ കേട്ടോ. 1 2 3 കഴിച്ചോളോ. ഞാൻ പറയുമ്പോൾ നല്ല രസമായിട്ടുണ്ട്. സൂപ്പർ കറിയായിട്ടുണ്ട്. ലൂബിക്കും ഉണക്കച്ചാള വെച്ചത് അടിപൊളി സൂപ്പർ കറിയായിട്ടുണ്ട്. ഇനി വീണ്ടും സൂപ്പറായിട്ടുണ്ട് കറി. ഉണക്കച്ചാളയും ലൂബിക്കും വെച്ചത് സൂപ്പർ കറിയായിട്ടുണ്ട്. ഇനി നിങ്ങളും കാണുന്ന ആൾക്കാരും ഇത് ചെയ്ത് നോക്കുക. സൂപ്പർ കറിയാണ് കേട്ടോ.